കുറച്ച് കഴിയുമ്പോൾ അവൻ സ്വബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നേരെ ഉണർന്നു വരുമ്പോൾ എന്താണ്, ഞാൻ ഇന്നലെ രാത്രി എൻ്റെ മുത്തച്ഛനെ കണ്ടു, ഒരുമിച്ച് ഊണ് കഴിച്ചു എന്ന് അവൻ പറയണത്. പിതൃക്കളെ എത്ര തന്നെ നമ്മൾ നേരെ മോക്ഷം പ്രാപിച്ചെന്ന് പറയാനും മോക്ഷം പ്രാപിക്കാതെ ഈ ഭൂമിയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പിതൃക്കളും നമ്മുടെ ലോകത്തിലുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുക. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത് ഇല്ലാതിരിക്കാൻ എന്ത് വേണം? അതില്ലാതിരിക്കാൻ സാധാരണ മനുഷ്യർ നിദ്ര പൂർണ്ണമായിട്ട് അവരെ കീഴടക്കിയാൽ നേരെ രാവിലെ വരെ ഒരു തരത്തിലും നേരെ അവരൊന്നും അറിയുന്നില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. ഇപ്പം 3 അവസ്ഥകളാണ് സാധാരണ പറയുന്നത്. ഒന്ന് ജാഗ്രത, സുഷുപ്തി, സ്വപ്നം. ഈ 3 അവസ്ഥകളാണ് ഉള്ളത്. നമ്മുടെ ശരീരത്തിനകത്തുള്ളതായിരിക്കുന്ന ജീവന് 3 അവസ്ഥകളാണ് പറയുക. ജീവൻ ഒന്നാണെങ്കിൽ പോലും ജാഗ്രതത്തിൽ, സുഷുപ്തിയിൽ, സ്വപ്നത്തിൽ. ജാഗ്രതത്തിൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവനും ശരീരവും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരോ കർമ്മങ്ങളൊക്കെ ചെയ്യും. അത് ജാഗ്രത അവസ്ഥയാണ്. സുഷുപ്തി അവസ്ഥയിൽ ഒന്നും അറിയുന്നില്ല എന്നാണ്. ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവൻ ഒന്നും അറിയുന്നില്ല. മൂന്നാമത് സ്വപ്നാവസ്ഥ. സ്വപ്നാവസ്ഥയിൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന നേരെ ശുദ്ധമായിരിക്കുന്ന ഇന്ദ്രിയബന്ധമില്ലാത്തതായിരിക്കുന്ന ആത്മാവ് അവിടെ കിടന്നുറങ്ങുമ്പോൾ ജീവൻ നേരെ എന്ത് ചെയ്യും? പതുക്കെ പുറത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ പുറത്തിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് ഇന്ദ്രിയബന്ധങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അവൻ പണ്ട് പോയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവന് ചെറുതായിരിക്കുന്ന ഓർമ്മയുണ്ടാവും. പക്ഷേ എത്രയോ ജന്മങ്ങൾക്ക് മുമ്പായിരിക്കാം പോയിരിക്കണത്. അതുകൊണ്ടാണ് നേരെ പോയിട്ട് വഴിതെറ്റി കാട്ടിലേക്ക് പോകും. കാരണം അവൻ വരുന്ന സമയത്ത് അത് കാടായിരുന്നു, പിന്നെ അത് നാടായിട്ടുണ്ടാവാം, പിന്നെ അവിടെ കുഴിയുണ്ടാവാം, കുളങ്ങളുണ്ടാവാം. പക്ഷെ അവനത് അറിയില്ല. അവൻ പഴയ ഓർമ്മയിലാണ് അവൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് വീഴുമ്പോഴാണ് അവന് ഭയം വന്നിട്ട് അവൻ കരയുന്നത്. അതാണ് ഉറക്കത്തിൽ പേടിച്ച് കരയുക. പിന്നീട് ഇന്ദ്രിയബന്ധമുള്ളതായിരിക്കുന്ന ജീവൻ അവൻ്റെ പൂർവികന്മാരോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആരെങ്കിലും ഉണ്ടാവും. ഒന്നെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, മുത്തച്ഛൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന വല്യച്ഛൻ. അങ്ങനെ നിരവധി ആളുകളിൽ ഒരാളോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ജീവൻ എന്ത് ചെയ്യും വെച്ചാൽ നേരെ കൂടെ ഒരു ഭാഗം കിടപ്പുണ്ട് എങ്കിൽ പോലും മറ്റേത് ഇന്ദ്രിയബന്ധമുള്ളതായിരിക്കുന്ന ആ ജീവൻ നേരെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നേരെ അന്ന് അച്ഛൻ്റെ കൂടെ കഴിഞ്ഞതായിരിക്കണ കാലം, അച്ഛൻ്റെ മടിയിലിരിക്കണ കാലം ഇതെല്ലാം ഓർമ്മിച്ചിട്ട് നേരെ ഇരിക്കുമ്പോൾ തൻ്റെ അടുത്ത് അവർ വന്നതായിട്ട് അവന് തോന്നും. അവൻ്റെ തോന്നലാണ്, മനസ്സിൻ്റെ തോന്നലാണ്. അപ്പം അതുകൊണ്ടാണ് നേരെ കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറയും, കുശല പ്രശ്നങ്ങൾ ചെയ്യും, ഒരുമിച്ച് ആഹാരം കഴിക്കും. അതിന് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം കൂടുതൽ നിമിഷം നേരെ ആ ജീവൻ്റെ ഓർമ്മകൾ നമ്മൾക്ക് നിൽക്കില്ല. അപ്പം തൊട്ട് മുമ്പിൽ നേരെ ആത്മാവുണ്ട്, തൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു എന്നുള്ളത് തോന്നൽ മാത്രമാണ്. മുത്തച്ഛൻ അവിടെ ഇരിപ്പില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ സ്വബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നേരെ ഉണർന്നു വരുമ്പോൾ എന്താണ്, ഞാൻ ഇന്നലെ രാത്രി എൻ്റെ മുത്തച്ഛനെ കണ്ടു, ഒരുമിച്ച് ഊണ് കഴിച്ചു എന്ന് അവൻ പറയണത്. മുത്തച്ഛൻ അവിടെ വന്നിട്ടില്ല. അവൻ്റെ ആ ജീവൻ പക്ഷിയുടെ ആ ഉള്ളിലുള്ളതായിരിക്കും ജീവാംശത്തിന് അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളതായിരിക്കുന്ന ആളുകളെ അവന് കാണാനായിട്ട് സാധിക്കും, സംസാരിക്കാനായിട്ട് സാധിക്കും. അവർ എന്തെങ്കിലും നിർദ്ദേശം തരുന്നതായിട്ട് അവന് തോന്നും. അതനുസരിച്ചിട്ട് അവൻ പ്രവർത്തിക്കാനായിട്ട് ചെയ്യും. അപ്പോൾ ആ പിതൃക്കളുടെ ആ സാന്നിധ്യം അവൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞിട്ടുണ്ടെന്ന്. അവർ ഈ ലോകം വിട്ട് പോയെങ്കിലും ആ അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ആ മനസ്സിൻ്റേതായിരിക്കുന്ന അടുപ്പം കൊണ്ട് ആ പിതൃക്കൾക്ക് ഇവനുമായിട്ട് നേരെ ഒരു ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹങ്ങൾ വരാം എന്നാണ്. അപ്പോൾ അവർ നേരെ ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ ഒരംശം, അപ്പോൾ 100 ഒരംശമാണ് വരുന്നത്. ആ 100 അവൻ്റെ ശരീരത്തിലേക്ക്
നേരെ ആ ജീവപക്ഷിയിലേക്ക് പതുക്കെ പ്രവേശിക്കും. ആ പ്രവേശനാണ് നമ്മളെ സ്വപ്നത്തിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നേരെ അവൻ തൊട്ട് അടുത്തിരിക്കുന്നതായിട്ടും തലോടുന്നതായിട്ടും ഒക്കെ കാണും നമ്മൾ. കാരണം എന്താണ്? അത്ര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പിതൃ പോയി കഴിഞ്ഞാലും അതിൻ്റെ ചെറിയൊരംശം ആ ഗ്രഹത്തിൽ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ എത്ര കാലം കഴിഞ്ഞാലും ചില സാധനങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവർ വന്നിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ നേരെ അവരെ കാണുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ അവരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളവർ മാത്രമേ കാണുള്ളൂ, അല്ലാത്തവർ കാണില്ല. അപ്പോൾ ആ വീട്ടിൽ കുറേ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ടാവുമെങ്കിൽ പോലും ഈ പ്രത്യേകിച്ചുള്ളതായിരിക്കുന്ന വ്യക്തിയോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതായിരിക്കുന്ന ആ ഒരു പിതൃയുടെ സാന്നിധ്യം ഇവൻ്റെ ഒരു ശരീരത്തിലുണ്ടാവും, പ്രവൃത്തിയിലുണ്ടാവും, ചിന്തയിലുണ്ടാവും. അവനാണ് സ്വപ്നാവസ്ഥയിൽ നേരെ എഴുന്നേറ്റിട്ട് ആ തൻ്റെ മുത്തച്ഛനെ കാണുന്നതും ഒന്നിച്ച് ഊണ് കഴിക്കുന്നതൊക്കെ കാണുക. പെട്ടെന്ന് ആരെങ്കിലും വന്ന് തട്ടി വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കൈമുട്ടിയാലോ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ തിരിച്ചവൻ പഴയ അവസ്ഥയിലേക്ക് വരും. പിന്നെ അവിടെ ആ മുത്തച്ഛനെ കാണാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ ഒരു തോന്നൽ ആണെന്നാണ് പറയുക. നമ്മൾ കാണുന്നില്ല വാസ്തവത്തിൽ, പക്ഷേ കാണുന്നതായിട്ട് എല്ലാ ആക്ടിവേഷനും നമ്മൾ കാണും. കാരണം ആ പർട്ടിക്കുലർ ആ പ്രത്യേകമായിരിക്കുന്ന പിതൃ നമ്മുടെ ഉള്ളിൽ നേരെ അംശമായിട്ട് കിടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ അംശമായി കിടക്കുന്ന പിതൃവിനെ പൂർണ്ണമായിട്ട് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് വേണം നിരന്തരമായിരിക്കുന്ന പിതൃപൂജ ചെയ്യുക. അല്ലെങ്കിൽ എല്ലാ പിതൃക്കളെയും വീണ്ടും നേരെ സായൂജ്യ പൂജ നടത്തുക. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ഈ രാത്രി കിടക്കണ സമയത്ത് നേരെ ഈ നാമം ചൊല്ലി കിടക്കണ സമയത്ത് പിതൃക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും ആ ജീവനെ അവർ ബാധിക്കില്ല എന്നാണ് പറയും. അപ്പോൾ അതാണ് കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നേരെ അർജുനൻ, ഫൽഗുനൻ, ഭർത്തൻ, വിജയനും എന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന നാമങ്ങൾ പറയും. അർജുനൻ്റെ 10 നാമങ്ങൾ പറയുക, അല്ലെങ്കിൽ ഈശ്വരൻ്റെ നാമങ്ങൾ, നാരായണ നാമം ജപിച്ച് കിടക്കുക, നമഃശിവായ ജപിച്ച് കിടന്നാൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ശിവാംശം, ഈശ്വരാംശം കൂടുതൽ വ്യാപിക്കുമ്പോൾ പിതൃ മാറി നിൽക്കുകയുള്ളൂ. ആ പിതൃവിൻ്റെ അംശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ആ അംശം, പിതൃവിൻ്റെ അംശം നേരെ അതിൽ നിശബ്ദമായിട്ട് സൈലൻ്റായിട്ട് മാറും. അപ്പോൾ അത് നമ്മുടെ ഒരു തോന്നലാണ്. കാരണം പിതൃവായിട്ട്, ഏതൊരു പിതൃവായിട്ടാണ്, മുത്തച്ഛനായിട്ടാണോ മുത്തശ്ശിയായിട്ടാണ് കൂടുതൽ അടുപ്പമെങ്കിൽ ആ അടുപ്പത്തിനനുസരിച്ചുള്ള ആ മുത്തശ്ശിയുടെ അംശം നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. നമ്മുടെ ജീവപക്ഷിയിൽ അത് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അത് പൂർണ്ണമായിട്ട് പോകാനായിട്ട് നിരന്തരമായിരിക്കുന്ന നാമജപങ്ങൾ ഇങ്ങനെ പാത്രം തേച്ച് കഴുകുന്നത് പോലെ കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ട്. പിന്നെ ആ മുത്തശ്ശി ഇങ്ങോട്ട് വരില്ല, അങ്ങനെയാണ് പറയുക. അപ്പോൾ അതാണ് നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ മരിച്ചവരെ കാണുക എന്ന് പറയും. പിന്നെ നമ്മൾ ജനിച്ചതായിരിക്കുന്ന അതിനു മുമ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തായിരിക്കും നമ്മൾ ജനിച്ചിട്ടുണ്ടാകുക, അവിടേക്ക് നമ്മൾ പോകും. അങ്ങനെ പോകുന്ന വഴിക്കാണ് വഴിതെറ്റിപ്പോകാം. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് തട്ടി വീഴാം. അപ്പോഴാണ് പേടിച്ച് നമുക്ക് കരയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്വപ്നാവസ്ഥയിലുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ ഉള്ളതായിരിക്കുന്ന ജീവപക്ഷിക്ക് ബലം കൂടുതലായിരിക്കും. ഈശ്വരപക്ഷി ശുദ്ധാത്മാവിന് നേരെ ബലം ഉണ്ടാവില്ല. അപ്പോൾ ആ ജീവപക്ഷി എന്ന് പറയുന്നതിനാണ് അതിന് ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവന് ബലം കൂടുതലായിരിക്കും. അപ്പോൾ ബലം കൂടുതലുള്ളത് കൊണ്ട് എന്താണ്? ബലം കൂടുതലുണ്ട് മനുഷ്യന് സാധിക്കാത്ത, സാധാരണ നിത്യജീവിതത്തിൽ അവന് സാധിക്കാത്ത കാര്യങ്ങൾ അവൻ ചെയ്യുന്നതാണ്. സാധാരണ ഒരു മനുഷ്യന് നേരെ സാധിക്കില്ല. അപ്പോൾ ആ സമയത്തുള്ളതായിരിക്കുന്ന തോന്നൽ, ആ ബോധാവസ്ഥയിലെ തോന്നൽ കൊണ്ട് അവന് ശക്തി ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവൻ നേരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല, അവനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. എന്നിട്ട് കൈകാൾക്ക് ബലം കൂടും, അവന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയിന്ന് വരും. അപ്പോൾ അത് നയിക്കുന്നത് ജീവപക്ഷിയാണ്. പക്ഷേ ശരീരം ജീവപക്ഷിയുടെ കൂടെ അങ്ങോട്ട് പോകും. കാരണം അത്ര ബലമായിരിക്കും ആ ബോധാവസ്ഥയിൽ, ആ ഒരു സ്വപ്നാവസ്ഥയിലുള്ളതായിരിക്കുന്ന ജീവന് അത്ര ശക്തിയായിരിക്കുന്നതാണ് പറയുന്നത്. ആ പിതൃവിൻ്റെ ശക്തി കൂടി ചേരുമ്പോൾ നേരെ അവനത്ര ശക്തി ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പുറത്ത് ഇതാ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് വരും, പിടിച്ചു നിർത്തിയാലും നമ്മളെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് പോകും. കാരണം അത്ര ബലം അവനുണ്ടാവും. അപ്പോൾ അതാണ് നേരെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വസ്തു, ഒരു ഏലിയൻ വസ്തുവാണ് പിതൃ എന്ന് പറയുന്നത്. അവരെ പൂർണ്ണമായിട്ട് വിട്ടു പോവില്ല. അത് എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് പോവുക. 12 കൊല്ലം കഴിയുമ്പോൾ പിന്നെ എല്ലാം പോകുന്നൊക്കെ പറയും. പക്ഷെ 12 കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലം കഴിഞ്ഞാലും ചില പിതൃക്കൾക്ക് ഇവിടെ അറ്റാച്ച്മെൻ്റ് ഉള്ളതായിരിക്കും പിതൃക്കൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നതാണ്.
എത്ര പൂജ ചെയ്താലും അവരുടെ അംശങ്ങൾ ഇവിടെ ഉണ്ടാവും. അവർക്ക് പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്ന ആരും, ചിലപ്പോൾ അത് അവരുടെ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളായിരിക്കില്ല, ഒരു കുട്ടിയായിരിക്കും, പുതുതായിട്ട് ജനിച്ച കുട്ടിയായിരിക്കും. ആ കുട്ടിയിലേക്കും പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ജീവനിലേക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അതിൻ്റെ ഒരു ശക്തി അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അസാമാന്യമായ ശക്തി ഈ സ്വപ്ന സമയത്ത് നമുക്കുണ്ടായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം തട്ടി ഒരു വലിയ കസേരയൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് സ്വപ്നത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, അപ്പോൾ ആ രണ്ടിനും ഇടയ്ക്കുള്ളതായിരുന്ന സ്വപ്നാവസ്ഥ ഒരു പ്രത്യേക ലോകമാണ്. അതിനെ പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും സയൻറ്റിസ്റ്റുകൾക്ക് പോലും സാധിച്ചിട്ടില്ല. അത് നേരെ ആ ഒരു അംശം അങ്ങനെ ഒരുപക്ഷെ ഒരു വീട്ടിൽ ഒരാളുടെ അംശപ്രതി മാത്രമേ നിൽക്കുകയുള്ളൂ, ശക്തമായിരിക്കുന്ന ഒരു പിതൃവിൻ്റെ അംശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്ര കർമ്മം ചെയ്താലും അവൻ അവിടെ തന്നെ ഉണ്ടാവും. അവൻ ഇഷ്ടപ്പെട്ട ആളിലേക്ക് അത് വരും, അല്ലെങ്കിൽ പുതുതായിട്ട് ജന്മം എടുക്കുന്ന ശിശുവിലേക്ക് അങ്ങനെ വരും. അതാണ് നേരെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പുതിയ കൊച്ചുകുട്ടി ജനിക്കുന്നു. അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് നേരെ അവിടെ ജനിച്ചതായി ഏതെങ്കിലും ഒരു പിതൃവിൻ്റെ ചെറിയൊരു അംശങ്ങളുടെ കുട്ടിയിലേക്ക് കയറുമ്പോഴാണ് അപ്പോൾ ഒരുപക്ഷെ അവന് വാശി കൂടുതൽ വരും, അല്ലെങ്കിൽ ഈശ്വരഭക്തി കൂടുതൽ വരും, അതല്ലെങ്കിൽ ആഹാരം കഴിക്കാനുള്ള അമിതാസക്തി ഉണ്ടാവും. അപ്പോൾ അത് എപ്രകാരമാണോ ആ പിതൃ, അതേപോലെ അത് കുട്ടിയിലേക്കും ബാധിക്കുന്നതാണ് പറയാം. അപ്പോൾ അതിന് ബാധ എന്ന് പറയാനായിട്ട് പറ്റില്ല, പക്ഷെ അത് നേരെ ഉണ്ടാകുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ആ സമയത്താണ് ചിലപ്പോൾ അത് അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് ചിലപ്പോൾ കുട്ടി നേരെ ഉറക്കത്തിൽ കരയും, നേരെ ഒച്ചയും ബഹളം കൊടുത്ത് കരയും, അല്ലെങ്കിൽ ചില സമയത്ത് ചിരിക്കും. ചിരിക്കണ എന്താണ്? ചിരിക്കണത് അതിനെ കണ്ട് സന്തോഷിച്ചിട്ടാണ് ചിരിക്കുക. അപ്പോൾ അത് നേരെ പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റാത്തതായിരിക്കുന്ന, എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന, അപൂർവമായിരിക്കുന്ന ചില സന്ദർഭങ്ങൾ പിതൃക്കളെ സംബന്ധിച്ചുണ്ട്. അപ്പം അത് കൊണ്ട് പിതൃക്കളെ എത്ര തന്നെ നമ്മൾ നേരെ മോക്ഷം പ്രാപിച്ചെന്ന് പറയാനും, മോക്ഷം പ്രാപിക്കാതെ ഈ ഭൂമിയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പിതൃക്കളും നമ്മുടെ ലോകത്തിലുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുക. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത് ഇല്ലാതിരിക്കാൻ എന്ത് വേണം? അതില്ലാതിരിക്കാൻ കൂടുതൽ ഉപാസന ചെയ്യുന്ന ആൾക്കാരിലേക്ക് വരില്ല എന്നാണ്. കാരണം അതുകൊണ്ടാണ് രാത്രി നാമം ജപിച്ച് കിടക്കണം എന്ന് പറയും. കാരണം നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതൃ പതുക്കെ മാറി നിൽക്കുന്നതാണ്. കാരണം ഈശ്വരാംശം കൂടുതലുള്ളപ്പോൾ പിതൃ വന്ന് വിട്ടു നിൽക്കുന്നതാണ്. അപ്പോൾ അത് വേറെ ആളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. വേറെ ആളില്ലെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ടേയിരിക്കും. അത് എത്ര കാലം നിൽക്കുമെന്ന് പറയാനും സാധിക്കുന്നില്ല. അവിടെ നിന്നുകൊണ്ടിരിക്കും. പുതുതായിട്ട് ജനിക്കുന്ന കുട്ടിയിലായിരിക്കും വന്ന് ചേരണത്. അപ്പോൾ അത് ആ പിതൃക്കളും ആ വീട്ടിൽ താമസിക്കുന്നവരും തമ്മിലുള്ള ബന്ധമാണ്. അതാണ് സ്വപ്നാവസ്ഥയിൽ ആ പിതൃക്കളുമായുള്ള അറ്റാച്ച്മെൻ്റാണ് നമ്മൾ സാധാരണഗതിക്ക് കാണുന്നത്.